രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ബിജെപിയുടെ ദേശീയ ഹാൻഡിലാണിത്. ആ ഹാൻഡിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്ത് ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ടു എന്ന് കാട്ടിയാണ് ബിജെപിയുടെ പ്രചാരണം. അനദർ കോൺഗ്രസ് ലീഡർ കേരള MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് സെക്ഷൽ ബിഹേവിയർ ടുവേർഡ്സ് വിമൻ എന്നതാണ് തലക്കെട്ടായിട്ടിരിക്കുന്നത്. സായ്കുമാർ നമുക്കൊപ്പമുണ്ട്. സായ്കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൂടി നാണക്കേടാകുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം കൊണ്ടുപോവുകയാണ് BJP എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും സുജയ, രാഹുൽ ഗാന്ധി ഇപ്പോൾ വോട്ട് ചോരി യാത്രയുമായി രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബീഹാറിൽ യാത്ര നടത്തുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തെ കളിയാക്കാൻ BJPക്ക് ഒരു ആയുധം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെച്ചുകൊടുത്തത്. വളരെ എളുപ്പത്തിൽ BJP അത് വലിയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. ദേശീയ തലത്തിൽ അത് ചർച്ചയാക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോപണങ്ങളെല്ലാം കേരളത്തിലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതേ പ്രാധാന്യത്തോടെ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി തന്നെയാണ് ദേശീയ തലത്തിൽ ഇത് ചർച്ചയാക്കുന്നത്. രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. രാഹുൽ ഗാന്ധിസ് ക്ലോസ് എയ്ഡ് കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത്. അതായത് രാഹുലിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള MLA ആണ് ഇത്തരത്തിൽ ഒരു ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ദേശീയ തലത്തിൽ വന്ന ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത, അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോട്ടോ, ഇത്രയും വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ BJP ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ലക്ഷ്യം വ്യക്തമാണ്. ദേശീയ തലത്തിൽ ഇത് ചർച്ചയാക്കുക, രാഹുൽ ഗാന്ധിക്കടക്കം നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുക. അത് BJP കൃത്യമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ വരും സമയങ്ങളിലും കൂടുതൽ അതാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ BJP പാലക്കാട് നിന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. പാലക്കാട്ടെ ബിൽടെക് സമിറ്റ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് പറയുന്നു. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവന്തിക തന്നെ സമീപിച്ചിരുന്നു. ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ താൻ ധൈര്യം കൊടുത്തു എന്നുകൂടി പ്രശാന്ത് ശിവൻ പറയുകയാണ്. അപ്പോൾ അവന്തികയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വമേധയാ പോലീസ് കേസെടുക്കുന്നില്ല. കോൺഗ്രസിന് ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്തായാലും ഇതിന്റെ തുടർ വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം.